അൺഎക്സ്പെക്ടഡ്ലി റെക്കോർഡ് ആകുന്നതാണ്. നമ്മൾ ഇന്ന് എന്നാടി പോകുന്നത്? തലശ്ശേരി പോകുന്നതാണ്. തലശ്ശേരി എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിന്റെയും കേക്കിന്റെയും വേറൊരു സീഡിനല്ലാണ്, സർക്കസിനും പേര് കേട്ട നാടാണ് തലശ്ശേരി. തലശ്ശേരിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാന് കുഞ്ചു ആൻഡ് ചിന്നു, സോറി, ഞാന് കുഞ്ചു, ചിന്നു ആൻഡ് വിഭീഷേട്ടൻ. കാണിച്ചു കൊടുക്കണ്ട പറ. ഹായ് കാണുന്നുണ്ട്. ഹായ്, ഹലോ ഹലോ. അപ്പൊ ഇന്നൊരു കസിൻസ് ഡേ ഔട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് പോകുന്നത് ഇവിടുന്ന് പറയൂല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം പോകുന്ന സ്ഥലത്ത് കാണിച്ചു തരാം. ഒരു സ്കിൻ കെയർ ക്ലിനിക്കിൽ പോകുന്നത്, അതാണ് ഇവിടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. അങ്ങനെ അവരെ നമ്മൾ അവിടെ ക്ലിനിക്കിൽ ഇറക്കിയിട്ട് നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനും വിഭീഷ് ചേട്ടനും കൂടി മാഹിയിലോട്ടേക്ക് വിട്ടു. മാഹിനെ പറ്റി പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. പെട്രോൾ അടിക്കാൻ കയറി ഇപ്പോൾ പേപ്പർ തന്നു കൈസ്, എന്തിനാന്ന് അറിഞ്ഞോളാം. 1000 ഉറുപ്പ്യക്ക് പെട്രോൾ അടിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് തലശ്ശേരിയിലേക്ക് തന്നെ പോയി. വിഭീഷ് ചേട്ടന് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഗ്രാൻഡ് തേജസിൻ്റെ തൊട്ട് മുന്നിൽ ലിവൈസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറിയത് പോലെ ഇറങ്ങി. പിന്നെ തലശ്ശേരി സിറ്റി ഹെവി ബ്ലോക്ക്, ലിബർട്ടി പാരഡൈസ്. ഏതാ സിനിമ? ബ്രഹ്മയുഗം, പ്രേമലു, അൽ ദുഫൈ. ഞങ്ങളും ദുബായി പോകുമായിരിക്കും. ദുബായ് കള്ള് കേട്ട് 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 മടുത്തു. നമുക്ക് അൺലിമിറ്റഡ് പോയിട്ട് നമുക്ക് കുറച്ച് ഡ്രസ് നോക്കാം. മേടിക്കൊന്നും വേണ്ട. പിന്നെ ദുബായിൽ നിന്നുള്ള വരുന്ന ആൾക്കാർ ഒബ്വിയസ്ലി പൈസക്കാരായിരിക്കുമല്ലോ. സോ നമ്മൾ അവര് പർച്ചേസ് ചെയ്ത് തരുമോ നമുക്ക് നോക്കാം. ദുബായ് പോയിട്ടുള്ള ആളും അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളതായിരിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ അൺലിമിറ്റഡിൽ കയറി. അത്യാവശ്യം ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 249, 199, പിന്നെ 50% ഓഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നു. ഇതൊരു കോഡ് സെറ്റായിരുന്നു, കാണാൻ നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് മൊത്തത്തിലൊന്ന് അരിച്ച് പെറുക്കി. ആരും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടോന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കയറി നോക്കി. പിന്നെ ഈ ഒരു ഗ്രീൻ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും എടുത്തില്ല. പിന്നെ കുറേ അവിടെ നിന്ന് അരിച്ച് പെറുക്കി. പിന്നെ ഞാൻ ഈ ടോപ്പിന് 50% ഓഫ് ഉണ്ടായിരുന്നു. 249 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അത് എടുക്കണോ വേണ്ടോ 2 മത്സരം എടുത്തില്ല. ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു കൊച്ചു കുറുമ്പറുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അവനിങ്ങനെ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ കയറി കളിക്കുമായിരുന്നു. പിന്നെ കുറേ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. വെറുതെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി. പിന്നെ ഞങ്ങൾ നേരെ മെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് കുറേ കറങ്ങി തിരിഞ്ഞ് കളിച്ചു. ഈ ഷർട്ട് കണ്ടപ്പോൾ ചിന്നു പറയുന്നു കഞ്ചാവ് ചെടി പറ്റിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഈ അൺലിമിറ്റഡ് വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ തന്നെ KFC ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി രാരാവീസിലേക്ക് വിട്ടു. സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ മെനു എല്ലാം ഫുൾ അരിച്ച് പെറുക്കി. പക്ഷേ ആസ് ഓൾവേസ് എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം നമ്മളെല്ലാവരും എത്തിച്ചേരും ബിരിയാണിയിലേക്കാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഞങ്ങളെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഇത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കാത്ത് നിന്ന് ഞങ്ങളുടെ ബിരിയാണി വന്നു. ഫുള്ളും ഹാഫും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ചിന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വീറ്റ് പൊറോട്ടയും ചില്ലി ചിക്കനുമായിരുന്നു. അവർക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് പ്ലേറ്റ് ചെയ്യാൻ അവസ്ഥയിലാക്കി വെച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല 1.5 ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഹണി കേക്കിലേക്ക് വിട്ടു.
കുറേ പോകണമെന്ന് വിചാരിക്കുന്നു, പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ നല്ല വെറൈറ്റീസ് ഓഫ് കേക്ക്സും പേസ്ട്രീസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതുണ്ടായിരുന്നു കാണാൻ. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കളർഫുള്ളായിരുന്നു. ഫുള്ള് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫുള്ള് ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ലണ്ടൻ മിൽക്ക് കേക്കായിരുന്നു. ഒരുവിധം എല്ലാവർക്കും അറിയില്ല, ഇപ്പോഴത്തെ ഫേമസ് ആണ്, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനമാണ് മിൽക്ക് കേക്ക്. അങ്ങനെ ആഗ്രഹം തോന്നി വാങ്ങിയതാണ്. ഇതിന് അവരെ റേറ്റ് പറഞ്ഞത് 200 ആണ്. അപ്പോൾ ബില്ലിൽ ഞാൻ നോക്കിയപ്പോൾ 140 ഉണ്ടായിരുന്നത്. കാണാൻ അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വായിൽ വച്ചതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ, അലിഞ്ഞങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞൊരു ന്യൂട്ടെല്ലയുടെ ചീസ് കേക്കും കൂടി വാങ്ങിച്ചായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഒന്നും പറയാനില്ലായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഹലോ ഗൈസ്, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കോട്ടയിലാണ്. 2 റീൽസ്, 1 ഷോർട്സ്, 2 വീഡിയോ. തലശ്ശേരി കോട്ടയിൽ താങ്കൾക്ക് സ്വാഗതം. എൻ്റെ ഭഗവാനെ, ഈ വെയിൽ. അങ്ങനെ ഞങ്ങളുടെ കോട്ടയുടെ ഉള്ളിൽ കയറി. പിന്നെ ഇവിടെ എൻട്രി ഫീസോ പാർക്കിംഗ് ഫീസോ അങ്ങനെയൊന്നും തന്നെയില്ല. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നട്ടുച്ചയ്ക്ക് വെയിലത്താ പോയത് അവിടെ. ഇവിടെ ഒരു വൈകിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാരൻ ആദ്യം ഇവിടെ ഒരു മൺകോട്ട പണിതിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം 17-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു പണ്ടികശാലയായിട്ട് പണിതു. പിന്നീട് അത് കോട്ടയായിട്ട് മാറി. പിന്നെ അത് സൈനിക കേന്ദ്രവും പിന്നെ ജയിലും ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഈ മതിലിന് തൊട്ടപ്പുറത്താണ് തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉള്ളത്. പിന്നെ ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളി സീ വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എന്താ പറയുക, സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. പണ്ട് കാലത്ത് ഒരു ടൈമിൽ തലശ്ശേരിയുടെ വികസനത്തിൻ്റെ മെയിൻ പാർട്ടെന്ന് പറയുന്നതായിരുന്നു ഈ തലശ്ശേരി ഫോർട്ട്. ഇത് കാണുമ്പോൾ ഇഗ്ലു പോലെയില്ല, ഏതാണ്ട് 312 വർഷം പഴക്കമുണ്ട് ഇതിന്. 1708 പണിതത്. കടലിലേക്ക് ചെന്നെത്തുന്ന തരത്തിലുള്ള 2 ഗുഹകൾ കോട്ടയിൽ കാണാൻ സാധിക്കും. സ്പൈസസിൻ്റെ കയറ്റുമതിയായിരുന്നു ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ചരിത്രം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ അങ്ങനെ അതിലേക്കൊന്നും കടക്കുന്നില്ല. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക സമയമൊന്നും അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പറയൂ, വിരാമം വിട്ടു. തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് വെച്ച് നിർത്തിയല്ലോ. ഹലോ ഗൈസ്, ഇപ്പൊ നമ്മൾ ഇന്ന് വെൽ സ്പെൻഡ് ഡേ ആണെന്ന്. ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ച് പൊളിച്ച് തിമിർത്ത് ആഘോഷിച്ചിട്ടുണ്ട്. സമയം 3:30 ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വ്ളോഗിൽ നമ്മൾ കാണുന്നത് വരെ ബൈ. വീഡിയോ ഞങ്ങൾ ഔട്ട്രോ ഒക്കെ പറഞ്ഞ് എൻഡ് ചെയ്തായിരുന്നു. പിന്നെ കാർ കയറിയപ്പോൾ ഇവരൊക്കെ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് കുപ്പായക്കാരി. ഞാനൊന്ന് നോക്കി അവളെന്നെയും നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ചീടാ വവിഴച്ചുണ്ടിൽ തന്നെ ഏതാറി പറന്നോളാ. വൈകിട്ടായതുകൊണ്ട് തന്നെ ചായയും കൂടി കുടിച്ച് വീട്ടിലേക്ക് പോകാൻ നേരിച്ചു. കുറേ കടികളുണ്ടായിരുന്നു അവിടെ, അതിൽ നിന്ന് 2-3 കടിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ വീട്ടിലേക്കും വാങ്ങി ഞങ്ങൾ.
പിന്നെ ഇന്നൊരു നല്ല ഡേ ആയിരുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.